ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ പടം മിസ് പുഷ്പ 2 സ്റ്റാറിംഗ് അല്ലു അർജുൻ, രശ്മിക മന്ദന ആൻഡ് ഫഹദ് ഫാസിലസ്, ബാൻവർ സിംഗ് ഷിക്കാവത്ത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ പടം ഒരു ബിലോ ആവറേജിനും ആവറേജിനും ഇടയിലാണ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. താഴത്തില്ലടാ എന്ന് പുഷ്പ പറയുന്നുണ്ടെങ്കിലും പടം ഒരു ഏരിയയിലും പൊങ്ങുന്നില്ല. പടത്തിലെ ചില സീൻസ്, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലെ സീൻസ് ഒക്കെ മിക്കതും എൻജോയബിൾ ആയിട്ടുള്ള സീനുകളായിരുന്നു. വളരെ ഹൈ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് എന്നാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സീൻസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായത്. പക്ഷെ ഈ പടം സെക്കൻഡ് ഹാഫിലോട് കടന്ന് ഒരു കുറച്ച് കഴിയുമ്പോൾ ചന്ദനമഴ സീരിയലിനെക്കാളും കഷ്ടമായിട്ടായിരുന്നു ഈ പടത്തിന്റെ ഒരു പോക്ക്. അല്ലു അർജുന്റെ സ്വാഗ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഈ പടത്തിലുള്ളത്. സ്റ്റോറിയിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു KGF-ന്റെ ഒരു ഭോജ്പൂരി വേർഷനാണ് പുഷ്പ എന്ന് പറയുന്നത്. ഈ പടത്തിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫില് ഫഹദിന്റെ ക്യാരക്ടർ, അതായത് ബാൻവർ സിംഗ് ഷിക്കാവത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. മെയിലി കൂടെ രണ്ട് ഫേസസ് കാണിച്ച ഒരു മൂവി ആയിരുന്നു പുഷ്പ 1. പക്ഷേ പുഷ്പ 2 വരുമ്പോൾ ഫഹദിന്റെ ബാൻവർ സിംഗ് ഷിക്കാവത്ത് അല്ലു അർജുന് യാതൊരു രീതിയിലും ഒരു എതിരാളി പോലും അല്ല ഈ ഫിലിമിന്റെ അകത്ത്. അങ്ങനത്തെ ഒരു രീതിയിലാണ് സുകുമാരി പുഷ്പ 2 ഈ ക്യാരക്ടർ എഴുതി വെച്ചിരിക്കുന്നത്. രശ്മിക മന്ദനയുടെ ശ്രീവള്ളിയാണ് അടുത്ത ഹൈലൈറ്റ്. ഇത്രയും ഒരു എക്സ്ട്രീം ക്രിഞ്ച് ക്യാരക്ടർ ഈ അടുത്ത് വേറെ ഫിലിംസിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആണ്. ഒരു എക്സ്പ്രഷൻ അല്ലാണ്ട് വേറൊരു എക്സ്പ്രഷനും അവരുടെ മുഖത്ത് തെളിയുണ്ടായിരുന്നില്ല ഈ ഫിലിമിന്റെ അകത്ത്. ആരെങ്കിലും കണ്ട മാനം പോവില്ലേ? നിനക്ക് എന്താ ഭാഷ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞില്ലേ? കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. അത് ഏത് എക്സ്പ്രഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫിലിമിന്റെ ഒരു കോർ പ്ലോട്ട് അത്യാവശ്യം നല്ല രസമുള്ളതായിരുന്നെങ്കിലും ഈ കോർ പ്ലോട്ടിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ട് സെക്കൻഡ് ഹാഫില് എൻറ്റയർലി ഒരു ന്യൂ പ്ലോട്ടിലോട്ട് ജസ്റ്റ് ഒരു ജംപ് കട്ട് പോലെയാണ് ഫിലിമിന്റെ പോക്ക് പോകുന്നത്. ക്ലൈമാക്സിലൊക്കെ വരുന്ന ഇമോഷണൽ സീൻസ് കണ്ടിട്ട് എൻ്റെ കണ്ണിന്ന് വെള്ളം വരുമായിരുന്നു, ഉറക്കം വന്നിട്ട്. അത്രയ്ക്ക് ഡ്രാഗ് ആയിരുന്നു സെക്കൻഡ് ഹാഫ്. പിന്നെ ഈ പടത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന ഒരു ടോപ്പിക്കാണ് കുടുംബപ്പേര്. കുടുംബപ്പേരും കുടുംബത്തിന്റെ ഫാമിലി ഫങ്ഷൻസ് എവിടെ വരുന്നോ അവിടെ പൊങ്ങി വരും അജയുടെ ക്യാരക്ടർ മുള്ളേറ്റി മോഹൻ രാജ. ഇതിലുള്ള പിന്നെ അല്ലുടെ ഇൻട്രോ സോങ് അത്യാവശ്യം നല്ലതായിരുന്നു, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫീലിങ്സ് എന്നുള്ള പാട്ട് നല്ലതായിരുന്നു. കിസിക് എന്നുള്ള സോങ്ങും അത്യാവശ്യം നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തന്നത്. പക്ഷെ കിസിക് എന്നുള്ള സോങ്ങിലെ ശ്രീലീല ഊവാണ്ടമാവിലെ സമാന്തയുടെ അത്രയും വരുന്നില്ല. സോ ടു വെൻഡ് പുഷ്പയിലെ ചില സീൻസ് കൊള്ളാം, ബട്ട് ആസ് എ ഹോൾ മൂവി വളരെ ഡിസപ്പോയിന്റിങ് ആയിരുന്നു. സോ ദാറ്റ്സ് പുഷ്പ ഫോർ യു. ടേക്ക് കെയർ.